നമസ്കാരം. ധനുസ് PC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ് ഭാഗ ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു കണ്ടൻറ്റാണിത്. ഏത് പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന സയൻസ് ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ ഇനിയുള്ളത് ഇക്കഴിഞ്ഞ LGSന് ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കാം. അതുവഴി കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാമിന് തന്നെ വളരെ നല്ലതായി തീരും. അത് ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് തന്നെ പഠിച്ച് നീങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? നമുക്കറിയാം എൻ്റെ ആൻസർ വിറ്റാമിൻ D എന്നാണ്. അല്ലേ, എല്ലിനും പല്ലിനും ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ D ആണ്. എല്ലിനും പല്ലിനും ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ ഡിയുടെ മറ്റൊരു പേരെന്താണ്? കാൽസിഫെറോൾ എന്നാണ്. ഓർത്തിരിക്കുക, കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ ഡിയുടെ മറ്റൊരു പേര്. അപ്പോൾ നോക്കണം, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ വലിച്ചെടുക്കുന്നതിനെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാരാണ്? ജീവകം D ആണ്. വിറ്റമിൻ ഡിയുടെ മറ്റൊരു പേര് കാൽസിഫെറോൾ എന്നാണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം D, വിറ്റാമിൻ D. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അഭാവത്തിൽ, ജീവകം ഡിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം എന്തായിരുന്നു? കണ രോഗം, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ പറയുക? റിക്കറ്റ്സ്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. കൈകാലുകൾ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അസ്ഥിക്ക് ബലമില്ലാതെ കൈയും കാലും ഒക്കെ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണിത് കണ രോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുക. ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു സ്റ്റീറോയിഡ് വിറ്റമിനാണ്. സ്റ്റീറോയിഡ് വിറ്റമിനാണെന്ത്? വിറ്റാമിൻ D. സ്റ്റീറോയിഡ് വിറ്റമിനാണ് വിറ്റാമിൻ D എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വിറ്റാമിൻ D ഉണ്ട്. കാൽസിഫെറോൾ എന്ന പേര് കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. കണരോഗമല്ല റിക്കറ്റ്സ് രോഗം ഉണ്ടാക്കുന്നു. കൈയും കാലും വളഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇവിടെ കാണുന്ന വിറ്റമിൻ C എന്താണെന്ന് നോക്കാം. വിറ്റമിൻ C എവിടെയാണ് കാണുക? ഫ്രൂട്ട്സിൽ ധാരാളം അടങ്ങിയതാണ് വിറ്റമിൻ C എന്ന് പറയും അല്ലേ. ഇതിൻ്റെ അഭാവത്തിലെ രോഗം നമുക്ക് നോക്കാം. ആദ്യം എന്താണിത്? അഭാവത്തിലെ രോഗം എന്ന് പറഞ്ഞാൽ സ്കർവിയാണ്. വിറ്റമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം സ്കർവിയാണ്. വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം. ലക്ഷണം എന്താണ്? സ്കർവി ലക്ഷണം എന്താണ്? മോണയിൽ നിന്നും രക്തം വരിക എന്നതാണ് സ്കർവിയുടെ ലക്ഷണം. മോണയിൽ നിന്നും രക്തം വരിക എന്നതാണ് സ്കർവിയുടെ ലക്ഷണം ഇല്ലേ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ജീവകം C എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യം വേണ്ട ജീവകം എന്താണ്? ജീവകം C ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യം വേണ്ട ജീവകം ആരാണ്? ജീവകം C ആണ്. അപ്പോൾ ജലദോഷം വന്നാൽ നമുക്കൊരു ഔഷധമായിട്ട് വേണമെങ്കിലും ജീവകം C ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൽ അല്ലേ, പ്രത്യേകിച്ചും ഓറഞ്ചിലുമൊക്കെ നാരങ്ങയിലുമൊക്കെ ധാരാളം ജീവകം C അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇനി വിറ്റമിൻ A അറിയാം, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ. അതിൻ്റെ അഭാവത്തിൽ അസുഖം എന്താ ഉണ്ടാവുക? നിശാന്തത ഇല്ലേ. നിശാന്തതയാണ് ഉണ്ടാവുക. സിറോഫ്താൽമിയ എന്നും പറയാം. നിശാന്തത എന്ന് പറയാം, അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്നും പറയാം. ജീവകം A പ്രധാനമായിട്ടും എവിടെയാണ് കാണുന്നത് ഓർമ്മയുണ്ടോ? ഇലക്കറികളിലാണ് ജീവകം A പ്രധാനമായിട്ടും കാണുക. ഒരു മുട്ടയിലും ഒക്കെ ഉണ്ട്. ജീവകം A എന്ന് പറയുമ്പോൾ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം? ജീവകം A എന്ന് എഴുതാം. അതുപോലെ പാലിൽ സുലഭമായി കാണുന്ന ഒരു വിറ്റാമിനും ആരാണ്? പാലിൽ കാണുന്ന ആരാണ്? വിറ്റാമിൻ A ആണ്. ഇലക്കറികളിൽ സുലഭമായി കാണുന്നതും പാലിൽ ധാരാളം അടങ്ങിയ വിറ്റാമിനും ഏതാണ്? എന്താ പറയുക? വിറ്റമിൻ A എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ A ആണ് കേട്ടോ. കണ്ണാണ്, കണാരോഗമല്ല. കണ്ണിൻ്റെ ആവശ്യത്തിന് വേണ്ട ഒരു വിറ്റമിൻ ഏതാണ്? ജീവകം A ആണ്. ഓക്കെ, ഇതിന് പ്രോ വിറ്റമിൻ A എന്നൊക്കെ ഒരു പേര് പറയാറുണ്ട്. അതിൻ്റെ ഒരു വർണ്ണവസ്തു ഏതാണെന്നറിയോ? ബീറ്റ കരോട്ടിൻ. പ്രോ വിറ്റമിൻ A എന്ന് പറയാറുണ്ട്. അത് ബീറ്റ കരോട്ടിൻ എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ അത്രയാണ്
വിറ്റമിൻ എയുടെ കാര്യങ്ങൾ. ഇനി വിറ്റമിൻ ബി എന്ന് പറയുന്നുണ്ട് അല്ലേ, ഇവിടെ വിറ്റമിൻ ബി ഉണ്ട്. ബി കോംപ്ലക്സുകളാണ് വരിക കുറേ അധികം. വിറ്റമിൻ ബി തൊട്ട് B1 to 12 വരെ ബി കോംപ്ലക്സ് ആണ് അല്ലേ. B1 എന്ന് പറയുമ്പോൾ അവിടെ തയാമിൻ്റെ ഒരു പറയുന്നുണ്ട്, അതുണ്ടാക്കുന്ന അസുഖം ബെറിയാണ് അല്ലേ. B3 എന്ന് പറയും, അത് പെല്ലാഗ്രയാണ് ഉണ്ടാക്കുക. B3 എന്ന് പറയും, അത് പെല്ലാഗ്ര, നാക്കിനകത്ത് ഇങ്ങനെ കറുത്ത പാട് വരുന്നതാണ് പെല്ലാഗ്ര എന്ന് പറയും. നമ്മുടെ തവിട് ധാരാളം അടങ്ങിയ ജീവകം ഏതാണ്? B1 ആണ്. തവിടിൽ അടങ്ങിയ ജീവകം B1 ആണ്. അതുപോലെ പാലിന് മഞ്ഞ നിറം കൊടുക്കുന്ന ആരാണ്? B2 എന്ന് പറയും, അത് റൈബോഫ്ലേവിനാണ്. ഫ്ലേവിൻ അടങ്ങിയതാണ്, FAD ഉള്ളതാണ്. റൈബോഫ്ലേവിൻ B2 റൈബോ. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പാലിന് മഞ്ഞ നിറം കാണാറില്ലേ, അത് റൈബോഫ്ലേവിനാണ്. അപ്പോൾ B2 അതുപോലുണ്ട്. ഈ ലാസ്റ്റ് വരുന്നത് B1 മുതൽ B12 എന്ന് പറഞ്ഞില്ലേ, അവിടെ B12 എന്ന് പറയുമ്പോൾ അത് കൊബാൾട്ട് അടങ്ങിയ ഒരു ജീവകം ഏതാണ്? B12 ആണ്. കൊബാൾട്ട് അടങ്ങിയ ജീവകം ഏതാണ്? B12 ആണ്. ഇവിടെ വരുന്നതാണ് B7 ഉണ്ടോ, B7 എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ B1 മുതൽ 12 എണ്ണം ഉണ്ടല്ലേ. B12 അടങ്ങിയത് കൊബാൾട്ടാണ്. അപ്പോൾ B7 ഇടയ്ക്കുണ്ട്. B7 എന്ന് പറയുമ്പോൾ അതാരാണ്? അവിടെ H എന്നും വിറ്റമിൻ H എന്ന് പറയാറുണ്ട്. വിറ്റമിൻ H എന്ന് പറഞ്ഞാൽ എന്താണ്? B7 ആണ്. B7 ആണ് വിറ്റമിൻ H. ഓക്കെ. അപ്പോൾ വിറ്റമിൻ്റെ കാര്യങ്ങൾ ഏകദേശം അല്ലേ ഒന്ന് റഫായി വിറ്റമിൻ്റെ കാര്യം പറയുമ്പോൾ അത് കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്, അറിയാം നിങ്ങൾക്ക്. കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്, ജലത്തിൽ ലയിക്കുന്നുണ്ടല്ലേ. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? അഡക്കെന്ന് പറയും, ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുക. B and C ജലത്തിൽ ലയിക്കുന്നവ അല്ലേ, Bയും C അറിയാവുന്ന. അതുകൂടെ വേറെണ്ണം വിറ്റമിൻ E ഉണ്ട്. E എന്ന് പറയുമ്പോൾ അതാരാണ്? അതിൻ്റെ അഭാവത്തിലുണ്ടെന്ന അസുഖം എന്താണ്? വന്ധ്യതയാണ്. വിറ്റമിൻ E. അതിനെ പറഞ്ഞ വേറൊരു പേര് ബ്യൂട്ടി വിറ്റമിൻ എന്നാണ് പറയുക. ബ്യൂട്ടി വിറ്റമിൻ എന്നാണ് വിറ്റമിൻ ഇയെ പറയുന്ന പേര്. അതുകൂടാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിൻ ആരാണ്? വിറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിൻ ആരാണ്? വിറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള ജീവകം വിറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയത് എന്താണ്? ജീവകം ഇ, വിറ്റമിൻ ഇ ആണ്. അതുപോലെ ഒരു ഹോർമോണെ കണക്കാക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അത്രയും കാര്യങ്ങൾ. ഒന്നുകൂടി ഒരെണ്ണം വിറ്റമിൻ ഉണ്ട്, വിറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ. ഓക്കെ, രക്തം കട്ട പിടിക്കാൻ ആവശ്യ വിറ്റമിൻ ഏതാണ്? ജീവകം കെ. വളരെ അത്യാവശ്യമല്ലേ അപ്പോൾ അത്. അപ്പോൾ അതുകൊണ്ട് അത്രയും കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളായും പ്രകൃതി വിഭവങ്ങളായും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണ്? വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളായും പ്രകൃതി വിഭവങ്ങളായും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകൾ ഏതാണ്? ആൻസർ നമുക്കറിയാം. എന്താണത്? നാഷണൽ പാർക്കുകളാണ്. ആൻസർ നമുക്കെന്തറിയാം? നാഷണൽ പാർക്കുകളാണ് അറിയാം. നാഷണൽ പാർക്കുകളാണ് അല്ലേ. നാഷണൽ പാർക്കുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഇൻറ്റൻസീവ് കൺസർവേഷൻ ഗ്രൂപ്പിൽ വരുന്നതാണ് നാഷണൽ പാർക്കുകൾ. ഇൻറ്റൻസീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതിയാണിത്. ഇൻസിറ്റു എന്ന് പറയും. ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതും, ഇൻസിറ്റു എന്നെഴുതും. ഓക്കെ, മലയാളത്തിൽ നമുക്കെന്ന് പറയാം ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇൻസിറ്റീവ് കൺസർവേഷനിൽ വരുന്ന ഒരാളാണ് ആര്? അതായത് എന്നോട് പറയാം, ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണെന്ത്? ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്ന് പറയും. ഇൻസിറ്റീവ് കൺസർവേഷൻ അതിൽ വരുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ നാഷണൽ വന്യജീവി സങ്കേതം,
നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, അതുപോലെ ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ. ഇൻസിറ്റീവ് കൺസർവേഷനിൽ വരുന്നതാണ് ആരൊക്കെ എന്ന് പറഞ്ഞത് ഞാൻ. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകളും കാവുകളും. ഓക്കെ. അപ്പോൾ ഇനി ഉണ്ട് അടുത്തുള്ളത് എക്സിറ്റീവ് ഉണ്ട് അല്ലേ. ഇൻസിറ്റു എക്സിറ്റീവ് ഉണ്ട്. എക്സിറ്റീവ് കൺസർവേഷനുണ്ട്. എക്സിറ്റീവ് കൺസർവേഷനുണ്ട്. അതിലാരൊക്കെ വരാം? അതിൽ സുവോളജിക്കൽ ഗാർഡൻ, അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ദെൻ ജീൻ ബാങ്കുകൾ. എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയും. അപ്പോൾ ഇൻസിറ്റീവ് ഉണ്ട്, എക്സിറ്റീവ് ഉണ്ട് അല്ലേ. എക്സിറ്റീവ് വരുന്നത് സുവോളജിക്കൽ ഗാർഡന്, ബൊട്ടാണിക്കൽ ഗാർഡന്, ജീൻ ബാങ്ക് എക്സിറ്റീവ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയും അല്ലേ. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? അതായത് ധാരാളം സ്പീഷീസുകൾ ഉണ്ടെങ്കിലും ആവാസ ഭീഷണി അല്ലെങ്കിൽ ആവാസനാശം ആവുന്നുണ്ട്, ആവാസ വ്യവസ്ഥ ഇല്ലാണ്ടാവുന്നുണ്ട്. ആ ജൈവവൈവിധ്യ മേഖലയാണെന്ത്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അതായത് പ്രാദേശികമുള്ള നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പീഷീസുകൾ, ആ വർഗത്തിൻ്റെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, ഒരുപാട് വർഗമുണ്ട്. പക്ഷെങ്കിൽ ആവാസത്തിൻ്റെ അല്ലെങ്കിൽ അവർ നശിച്ചുകൊണ്ട് പോകാം. അവരുടെ നാശത്തിൻ്റെ ഭീഷണി നേരിടുന്നതുമായ ഒരു ജൈവവൈവിധ്യ മേഖലയാണെന്ത്? ഹോട്ട്സ്പോട്ടുകൾ. പ്രത്യേക ഏരിയയാണെന്ത്? ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അവിടെ ജീവജാലങ്ങളുണ്ട്, അവിടെ കുറച്ച് ജീവജാലമുണ്ട്, അവരുടെ സ്പീഷീസ് ഒരുപാടുണ്ട് താനും. പക്ഷെ എന്താണത്? നശിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അത് ഭീഷണി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരാണെന്ത്? ആ മേഖലയാണെന്ത്? എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം, ധാരാളം സ്പീഷീസ് ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെയുള്ള ജീവികളുടെ ആവാസത്തിന് നാശത്തിൻ്റെ ഭീഷണി നേരിടുന്നവയാണ് ആ ജീവികൾ. അപ്പോൾ അത്രയും മേഖലയ്ക്ക് പറയുന്ന പേരാണെന്ത്? ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയും. ഓക്കെ. ഇവിടെ വന്ന ബൊട്ടാണിക്കൽ ഗാർഡന്, സുവോളജിക്കൽ ഗാർഡനും ഒക്കെ എന്താണ്? എക്സിറ്റീവ് കൺസർവേഷനിൽ വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ ഉൾപ്പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത്? വെള്ളായണി ഹ്രസ്വ ഏതാണ്? നമുക്കെന്തറിയാത്? വെള്ളായണി ഹ്രസ്വ എന്ന് പറയുമ്പോഴത് കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമുക്കതിൻ്റെ ആൻസർ എന്തറിയാം? ഡയേറിയ. ഡയേറിയ എന്ന് പറഞ്ഞാൽ ഡയേറിയാണ് ആൻസർ. എന്ന് പറഞ്ഞാൽ എന്താണ്? വയറിളക്കം. ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കമാണ് അല്ലേ. ഇനി ഇവിടെ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അനീമിയ, ബ്ലഡ് കുറയുന്ന അവസ്ഥയാണെന്ത്? അനീമിയ. അനീമിയ എന്താ പറയുക? ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകും. പ്രധാനമായിട്ട് ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? അനീമിയ എന്ന് പറയും അല്ലേ. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും ഹീമോഗ്ലോബിനും അതുപോലെ എന്താണ് ഇരുമ്പും കണക്ട് ചെയ്ത് കിടക്കുന്നതല്ലേ. ഇത് രണ്ടുപേരും ഒന്നിച്ച് പോയെങ്കിൽ മാത്രമേ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴാണ് ബ്ലഡ് നമ്മൾ കുറയുക എന്ന് പറയും. അനീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇരുമ്പിൻ്റെ അംശം കുറയുമോ ഹീമോഗ്ലോബിൻ്റെ അംശം കുറയുമ്പോഴോ അനീമിക്കാണ്. നമ്മുടെ ബോഡിക്ക് ബ്ലഡിനെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഓക്സിജനെ എടുക്കാനൊക്കത്തില്ല. അത് അനീമിക് എന്ന് പറയും. അപ്പോൾ അനീമിയ എന്താണ്? ഇരുമ്പിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണെന്ത്? അനീമിയ എന്ന് പഠിച്ചാൽ. ഇനി മലേറിയ എന്ന് പറഞ്ഞാൽ എന്താ? മലേറിയ അസുഖം തുള്ളൽപ്പനി എന്നൊക്കെ പറയാറില്ലേ. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് അതിൻ്റെ രോഗകാരി. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് അല്ലേ. ഇനി ഗൊണേറിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസുഖമാണ്. ഗൊണേറിയ ഒരു സെക്ഷലി ഉള്ള അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ആവുന്ന അസുഖമാണെന്ത്? ഗൊണേറിയ എന്ന് പറയുക. ബാക്ടീരിയ ആണ് ഉണ്ടാക്കുക. നെസേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഗൊണേറിയ ഉണ്ടാക്കുന്നത്. നെസേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഗൊണേറിയ ഉണ്ടാക്കുന്നത്. ഒരു ബാക്ടീരിയ എന്നത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റായ ഡിസീസാണ്, അസുഖമാണ്. സെക്ഷലി ട്രാൻസ്മിറ്റായ ലൈംഗികപരമായി ഉണ്ടാകുന്നെങ്കിൽ അതുവഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പകർച്ചവ്യാധി പകരുന്ന അസുഖമാണെന്ത്? ഗൊണേറിയ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഗൊണേറിയ. ഓക്കെ. ഇവിടെ നമ്മുടെ വസ്തു മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഡയേറിയ ആണ്. അവിടെ അതിനകത്ത് ബാക്ടീരിയ ആണ് ഉണ്ടാക്കുക. ഓക്കെ. ഡയേറിയ എന്ന് പറയും വയറിളക്കമാണ്. ഓക്കെ. നെക്സ്റ്റ്, മനുഷ്യ രക്തപര്യന വ്യവസ്ഥയെ ബന്ധപ്പെട്ട് പ്രസ്താവന പരിശോധിച്ചിട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക.
എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു അല്ലേ? എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ഇതിൽ ശരി ഉത്തരം ഏതെന്നാണ് ചോദ്യം. നമുക്ക് എന്തറിയാം? ആൻസർ എന്തറിയായിരുന്നു? നേരത്തെ നമുക്ക് വെച്ചതാണ് പ്രസ്താവന. ഏതാണ് ശരി? 4 ശരി അല്ലേ? പ്രസ്താവന 4 ശരി എന്ന് പറഞ്ഞാൽ ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു അല്ലേ? ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിച്ചുകൊണ്ടാണ് എങ്ങോട്ട് കൊണ്ടുവരുന്നത്? ശ്വാസകോശത്തിലേക്ക് വന്നിട്ടാണ് ഓക്സിജനൊക്കെ എടുത്തതിനെ ശുദ്ധീകരിച്ച് വീണ്ടും കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? നമുക്കതറിയാം. ഈ കോളി എസ്ചെറിഷ്യ കോളെ ബാക്ടീരിയ. ഈ കോളെ ബാക്ടീരിയ ആണിത്. ഇവിടെ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ബഗ് എന്ന് പറയുമ്പോൾ ഏതാണ്? അതായത് സമുദ്രങ്ങളിൽ എണ്ണയുടെ കൂടുതലുണ്ടാകുമ്പോൾ, എണ്ണ ഇങ്ങനെ അല്ലേ, കപ്പലിൻ്റെ മറ്റ് ബോട്ടിൻ്റെ ഒക്കെ എണ്ണ കൂടുതൽ വന്ന് മുകളിൽ ഇങ്ങനെ കിടക്കും അതില്ലേ. അപ്പോൾ അതിനെ കഴിക്കാൻ സൂപ്പർ ബഗ് ബാക്ടീരിയയാണ് ഉണ്ടാക്കിയേക്കുന്നത്. സൂപ്പർ ബഗ് ബാക്ടീരിയ ഇറക്കി വിടുമ്പോൾ അത് ആ സമുദ്രത്തിലെ അല്ലെ കടലിലെ എണ്ണകളെ മുഴുവൻ തിന്ന് തീർക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ സൂപ്പർ ബഗ് ബാക്ടീരിയ ജനിതകപരമായി നിർമ്മിച്ചെടുത്ത ബാക്ടീരിയ ആണെന്ത്? സൂപ്പർ ബഗ് ബാക്ടീരിയ. അപ്പോൾ കടലിലെ എണ്ണയെ കളയാനായിട്ട് നമ്മൾ ജനിതകപരമായി ഉണ്ടാക്കിയെടുത്ത ബാക്ടീരിയയാണ് സൂപ്പർ ബഗ് ബാക്ടീരിയ കൂടി പറയാം. നെക്സ്റ്റ് വൺ. ആട്ടത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെജി തോംസൺ കണ്ടെത്തിയത്? ആൻസർ നമുക്കറിയാം എന്തായിരുന്നു. ആട്ടത്തിൻ്റെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെജി തോംസൺ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തറിയാം ആൻസർ. ജെജി തോംസൺ കണ്ടെത്തിയത് ഏതായിരുന്നു? ജെ തോംസൺ കണ്ടെത്തിയത് ഏതായിരുന്നു? ഇലക്ട്രോൺ. ജെ അല്ലേ? ജെ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണാണ് നമുക്കവിടെ ആൻസർ വരിക അല്ലേ? ഇലക്ട്രോൺ കണ്ടെത്തിയപ്പോൾ ആരാണ്? ജെ തോംസൺ ആണ്. എന്നാൽ ഇവിടെ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതിനെ കണ്ടെത്തിയാലാണ്? പ്രോട്ടോണിനെ കണ്ടെത്തുന്നത് റുദർഫോർഡാണ്. ഏണസ്റ്റ് റുദർഫോർഡാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. ഏണസ്റ്റ് റുദർഫോർഡ്. റുദർഫോർഡാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ആരാണ്? ചാഡ്വിക്കാണ്. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ജെയിംസ് ചാഡ്വിക്കാണ്. ന്യൂട്രോൺ ചാഡ്വിക്ക് ജെയിംസ് ചാഡ്വിക്ക്. അപ്പോൾ ഒന്നുകൂടെ പറയും. ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴാരാണ്? ജെജി തോംസൺ. പിന്നെ പ്രോട്ടോൺ റുദർഫോർഡാണ്. ന്യൂട്രോൺ ചാഡ്വിക്കാണ് അല്ലേ? ഈ ആറ്റം കണ്ടുപിടിച്ച ആരാണെന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം മെയിൻ ഉള്ള സംഭവം അല്ലേ? ആറ്റം എന്താണ്? ജോൺ ഡാൾട്ടൺ. പ്രോട്ടോൺ റുദർഫോർഡ്. ന്യൂട്രോൺ ചാഡ്വിക്ക്. ഇലക്ട്രോൺ ജെ തോംസൺ. ജെയ്ക്കകത്ത് ഈ നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? നമുക്കറിയാം ആൻസർ ഏതാണ്? ക്രിസ്റ്റലാകൃതി ഇല്ലാത്തത് കൽക്കരി അല്ലേ? ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത ഏതാണ്? കൽക്കരിക്കാണ്. ആൻസർ നമുക്കറിയാം കൽക്കരിയാണെന്നറിയാം. ഇവിടെ നോക്കൂ, വജ്രം അല്ലേ? വജ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്രം കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ ഒന്നാണെന്ത്? വജ്രം അല്ലേ? കാർബൺ രൂപാന്തരങ്ങളിൽ ഒന്നാണ് വജ്രം എന്ന് പറഞ്ഞാൽ. അതായത് ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരമാണെന്ത്? വജ്രം. ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് വജ്രം എന്ന് പറഞ്ഞാൽ അല്ലേ? സ്ഥിരമായ രൂപമാണെന്ത്? ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ സ്ഥിരമായ രൂപമാണെന്ത്? ഗ്രാഫൈറ്റ്. ശുദ്ധമായ ക്രിസ്റ്റലാകൃതിയുള്ള രൂപമാണ് വജ്രം എന്ന് പറഞ്ഞാൽ. ഗ്രാഫൈറ്റ് എന്താണ്? സ്ഥിരമായ കാർബണിൻ്റെ സ്ഥിരമായ രൂപമാണെന്ത്? ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ് ക്രിസ്റ്റലാകൃതി ഉള്ളത്? ഒന്ന് വജ്രം. നെക്സ്റ്റ് വൺ. ഒന്ന് വജ്രം, മറ്റൊന്ന് ഗ്രാഫൈറ്റ്, പിന്നൊന്ന് ഫുള്ളറിൻ, ഒരെണ്ണം ഗ്രാഫീനും കൂടിയുണ്ട്. അപ്പോൾ 4 നോക്കുക. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീന്, ഗ്രാഫീൻ. ഇത് ഇത്രയുമാണെന്ത്? ക്രിസ്റ്റലാകൃതിയുള്ള കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് അത്രയുമുള്ളത്. അപ്പോൾ കൽക്കരിക്കാണത് ഇല്ലാത്തത്. അതായത് കാർബണിൻ്റെ സ്ഥിരമായ രൂപമുള്ള ആർക്കാണ്? ഗ്രാഫൈറ്റിനാണ്. പിന്നെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരം എന്താണ്? വജ്രത്തിനാണ് അല്ലേ? വജ്രത്തിൻ്റെ കാഠിന്യമുണ്ട്, അതുപോലെ താപചാലകതയൊക്കെ ഒരുപാടാണ് അല്ലേ? നല്ല സവിശേഷതയുള്ള സാധനം വജ്രം. കാഠിന്യം കൂടുതലാണ്,
സുതാര്യമാണത്, അതിൽ കൂടി ലൈറ്റ് കടന്നു പോകുന്നുണ്ട്, വൈദ്യുതചാലകമല്ല കേട്ടോ. പിന്നെ സഹസംയോജക ബന്ധനം കൂടാനുള്ള ഏർപ്പാടൊക്കെ അതിന് ഉണ്ട്. ഇനി ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബോൾ ആകൃതിയിലുള്ള കാർബൺ രൂപാന്തരമാണെന്ത്? ഫുള്ളറിൻ. ബോൾ ആകൃതിയുള്ള കാർബണിൻ്റെ രൂപാന്തരമാണെന്ത്? ഫുള്ളറിൻ എന്ന് പറയുന്നത്. ബോൾ ആകൃതിയുള്ള കാർബൺ രൂപാന്തരമാണെന്ത്? ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം, ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ചോദിച്ചാൽ നമുക്ക് എന്ത് പറയും? വജ്രമാണെന്ന് നമുക്കറിയാം അല്ലേ. ഏറ്റവും കാഠിന്യമുള്ള വസ്തു എന്താണ്? വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? വജ്രം കൊണ്ടാണ്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വജ്രം കൊണ്ടാണ്. ഓക്കെ, അടുത്തത് ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിലുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാ ചോദ്യം അല്ലേ. നമുക്ക് അതിൻ്റെ ആൻസർ അറിയാം. ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ്. അതായത് ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം, എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതും ആയിരിക്കണം. അപ്പോൾ അയിരിനെ പറ്റിയാണത് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിലെ ഊർജ പരിവർത്തനം ഏതാണ്? നമുക്ക് അതിൻ്റെ ആൻസർ അറിയാം. ജനറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യോർജമാകുന്നു അല്ലേ. ഒന്ന് ഓർത്താൽ നമുക്ക് വൈദ്യുതി കിട്ടാൻ വേണ്ടിയാണ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് അല്ല, ഉപയോഗിക്കുന്നത്. അപ്പം അതിനകത്തുള്ള യാന്ത്രികോർജം നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ യാന്ത്രികോർജം വൈദ്യോർജമാക്കി സംഭരിച്ച് വയ്ക്കുക ചെയ്യുക. അപ്പോൾ ജനറേറ്ററിൽ വൈദ്യോർജം യാന്ത്രികോർജമായി മാറ്റുക ചെയ്യുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യാന്ത്രികോർജം വൈദ്യോർജമാണ് നമുക്ക് കിട്ടുന്ന വൈദ്യോർജമാണ്. യാന്ത്രികോർജം വൈദ്യോർജം മാറ്റുന്ന ആരാണ്? ജനറേറ്ററാണ്. ഇനി അതുപോലെ തന്നെ ഈ വൈദ്യുതോർജം അല്ലേ, നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചിട്ട് അതിനെ യാന്ത്രികോർജമാക്കുന്ന 2 ഉപകരണമുണ്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കും. ഒന്ന് നമ്മുടെ മിക്സി അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയും അതുപോലെ ഫാനും എന്താണ്? വൈദ്യുതോർജത്തിനെ എന്താക്കി മാറ്റുന്നുണ്ട്? യാന്ത്രികോർജമാക്കി മാറ്റും. വൈദ്യുതോർജത്തിനെ യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണ് മിക്സിയും ഫാനും. നമ്മൾ കറണ്ട് കൊടുക്കുന്നു, നമുക്കതിന് അരച്ച് കിട്ടുക, കാറ്റ് കിട്ടുക, യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണ് ആരും? മിക്സിയും ഫാനും വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു അല്ലേ. ഈ പോയിന്റ്, വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നവരാണ് മിക്സിയും ഫാനുമാണ്. എന്നാലും വീണ്ടും എന്ന് പറയാം, ഈ യാന്ത്രികോർജം വീണ്ടും വൈദ്യുതോർജമാക്കുന്ന വേറൊരാളുണ്ട്. ആരാണ്? ഡൈനമോയും കൂടെ ഉണ്ട്. ജനറേറ്റർ നടക്കുന്ന പോലെ തന്നെ നടക്കുന്ന വേറൊരാളുണ്ട്, ഡൈനമോയും കൂടെ ഉണ്ട് അല്ലേ. ഡൈനമോയ്ക്ക് പ്രസക്തി ഇപ്പോൾ ഇല്ലെങ്കിലും ഡൈനമോ ഉണ്ടായിരുന്നു. ഇനി വൈദ്യോർജം രാസോർജമാകുന്ന സംഭവങ്ങൾ അല്ലേ. വൈദ്യോർജം രാസോർജമാകുന്നുണ്ട്. അതുപോലെ തന്നെ രാസോർജം വൈദ്യോർജം മാറ്റുന്ന ആരാണുള്ളത്? രാസോർജം വൈദ്യോർജം മാറ്റുന്ന ആരാണുള്ളത്? ബാറ്ററിയാണ്. രാസോർജത്തിനെ വൈദ്യോർജമാക്കി മാറ്റുന്നത് ബാറ്ററിയാണ്. ഓക്കെ, എന്നാൽ ഇനി ഹീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റർ നമുക്ക് ഓർക്കല്ലേ, താപോർജം കിട്ടും. അപ്പോൾ വൈദ്യോർജമാണ് ഇവിടെ എന്താക്കി മാറ്റുക? താപോർജമാക്കി മാറ്റുക. മൈക്രോഫോണിൽ എന്താണ്? ശബ്ദോർജമാണ് വൈദ്യോർജമാക്കി മാറ്റുക. മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യോർജമാക്കി മാറ്റുന്നു. എന്നാൽ ലൗഡ് സ്പീക്കറിലോ വൈദ്യുതോർജം ശബ്ദോർജമാക്കി മാറ്റുന്നു. ഒന്നുകൂടി, യാന്ത്രികോർജം വൈദ്യോർജമാകുന്ന സംഭവങ്ങൾ എവിടെയൊക്കെയാണ്? ഒന്ന് ജനറേറ്റർ, മറ്റൊന്ന് ഡൈനമോയാണ്. ഇനി വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്ന എവിടെയൊക്കെയാണ്? മിക്സിയിലും ഫാനിലുമാണ്. രാസോർജം വൈദ്യോർജമാകുന്നത് എവിടെയാണത്? ബാറ്ററിയാണ്. ബാറ്ററിക്കകത്ത് രാസപ്രവർത്തനം നടന്നിട്ട് അതിനെ വൈദ്യോർജമാക്കി മാറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഒന്ന്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് അല്ലേ. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താ ആൻസർ അറിയാം? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ. 1ഉം 2ഉം ശരിയാണ്. അതായത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്.
അത് രണ്ടും ശരിയാണ് നമുക്കറിയാം അല്ലേ. ഇതെന്തുകൊണ്ട് തെറ്റി? അതായത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ന് പറയില്ലേ, ഇത് 2000ആണ്. അപ്പം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ത് നമുക്ക് താങ്ങാൻ കഴിയുന്ന ശബ്ദപരിധി അല്ലേ. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? 20 ടു 20,000 ഹെർട്സ് വരെയാണ്. 20 ടു 20,000 ഹെർട്സ് വരെയാണ് ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ ഇല്ലേ. അപ്പോൾ മനുഷ്യൻ കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന സമയം എത്ര മാത്രമേ ഉള്ളൂ? 1/10 സെക്കൻഡ്. 10 സമയം അല്ലേ. 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ മനുഷ്യൻ കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ശ്രവണ പരിധി എന്താണ്? 20 ടു 20,000 ഹെർട്സ് വരെയാണ് ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി ഇതിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം, സൗണ്ടിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓസിലോസ്കോപ്പ് എന്ന് പറയും. ഓസിലോസ്കോപ്പ്. ഓക്കെ. ഇനി ശബ്ദതരംഗങ്ങളുടെ ആവൃത്തി രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ് അല്ലേ. 20 ടു 20,000 ഹെഡ്സ് എന്ന് പറയാറില്ലേ, ഹെഡ്സ് ആണ്. ഉണ്ടോ? ഹെഡ്സ്. ആവൃത്തി രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. അത്രയും അറിയാം. നെക്സ്റ്റ് വൺ, ഇത് 30/2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ഓപ്ഷൻസ്: ഓസ്ട്രേലിയ, അയർലൻഡ്, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക. ആൻസർ ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ആൻസർ ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ് വൺ, ഭരണഘടനയിൽ വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെട്ട റിട്ട് ഏതാണ്? മാൻഡമസ്, ഹെബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ. ആൻസർ എന്താണ്? ഹെബിയസ് കോർപ്പസ്. വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ ആരാണ്? ഹെബിയസ് കോർപ്പസ്. അടുത്തത്, എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? 20, 14, 12, 18. ആൻസർ 12 പേര്. നെക്സ്റ്റ്, ഇന്ത്യൻ പാർലമെൻറ്റ് എന്നാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്? എല്ലാവർക്കും അറിയാം, 2005 എന്ന ക്വസ്റ്റ്യൻ അല്ലേ. ആൻസറാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ പ്രഥമ ഇന്ത്യൻ സംസ്ഥാനം? ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ പ്രഥമ ഇന്ത്യൻ